പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് യുസന്നുൽ വുളൂ ലി സിയാറത്തി, ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. അതുപോലെ മക്ബറയിലുള്ള ആളുകൾക്ക് പൊതുവായി എല്ലാവർക്കും വേണ്ടി സലാം പറയൽ സുന്നത്താണ്. അതുപോലെ നമ്മൾ ആരെയാണോ ഖബർ സന്ദർശിക്കുന്നത് അവർക്ക് പ്രത്യേകമായിട്ട് സലാം പറയലും സുന്നത്തുണ്ട്. അപ്പോൾ നമ്മൾ മക്ബറയിലേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് ഖബറുകൾ കാണാം. അവിടെ എത്തുമ്പോൾ നമ്മൾ ആ മക്ബറയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടത് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന ദുആ ആണ്, എന്ന സലാമാണ് നമ്മൾ പറയേണ്ടത്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ, അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബക്കാരൊക്കെ ആണെങ്കിൽ നമ്മളവിടെ പറയേണ്ടത് അസ്സലാമു അലൈക്കും യാ വാലിദി. ഉപ്പയുടെ ഖബറാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ വാലിദി എന്നാണ് പറയേണ്ടത്. ഓക്കെ. പിന്നെ ഖുർആനിൽ നിന്ന് നമുക്ക് കഴിയുന്നത് ഓതലും സുന്നത്താണ്. ഏറ്റവും നല്ലത് ബഖറയുടെ തുടക്കവും ബഖറയുടെ അവസാനവും ഓതലാണ് സുന്നത്ത്. സൂറത്ത് യാസീൻ ഓതൽ സുന്നത്താണ്. ഓതിയ ഉടനെ അവർക്ക് വേണ്ടി ദുആ ചെയ്യലും സുന്നത്തുണ്ട്. കാരണം ഖുർആൻ ഓതിയതിനു ശേഷം ദുആ ചെയ്യാനുള്ളത് കൂടുതൽ ഉത്തരം ലഭിക്കാൻ കാരണമാണ്. അതുപോലെ നമ്മൾ ഓതിയ ഖിറാഅത്തിന്റെ സവാബ്, അതിന്റെ പ്രതിഫലം നമ്മൾ സന്ദർശിക്കുന്ന ആ ഖബറിലെ വ്യക്തിക്ക് എത്തും എന്നുള്ളതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. പിന്നെ ഓതുന്ന സമയത്ത് ഇരുന്ന് മയ്യത്തിന്റെ മുഖത്തോട് നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഓതലാണ് ഏറ്റവും ഉത്തമം. ദുആ ചെയ്യുന്ന സമയത്ത്, അഥവാ ഖുർആൻ ഓതിയതിനു ശേഷം ദുആ ചെയ്യുന്ന സമയത്ത് ഖിബ്ലയിലേക്ക് മുന്നിടലാണ് ഏറ്റവും ഉത്തമം. സിയാറത്ത് അധികരിപ്പിക്കൽ സുന്നത്താണ്. അതുപോലെ അഹ്ലുൽ ഖൈർ വൽ ഫള്, നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള, നല്ല പണ്ഡിതന്മാരായിട്ടുള്ള അഹ്ലുൽ ഖൈർ, നന്മയുടെ ആളുകളുടെ ഖബറുകളുടെ അരികിൽ കൂടുതൽ സമയം നിൽക്കലും സുന്നത്താണ്. അവിടെ ഇങ്ങനെ തങ്ങൽ സുന്നത്തുണ്ട്. ഇത്രയുമാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇൻഷാ അല്ലാഹ് നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ബഖിയുള്ള ഉറക്കത്ത് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, മഹുവ എന്താണ് എന്നുള്ളതാണ്. അതിവിടെ മുകളിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ബഖിയുള്ള ഉറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്ബറത്തു അഹ്ലിൽ മദീന എന്നുള്ളതാണ്. മദീനയിലെ ആളുകളുടെ മക്ബറക്കാണ് ബഖിയുള്ള ഉറക്കത്ത് എന്ന് പറയുക. രണ്ടാമത്തത് ഖബർ സന്ദർശിക്കൽ സുന്നത്താണ്. ആർക്കൊക്കെ? അത് പുരുഷന്മാർക്ക് ഖബർ സന്ദർശിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സന്ദർശിക്കൽ സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. പിന്നെ മൂന്നാമത്തത് സ്ത്രീകൾക്ക് ചില ആളുകളുടെ ഖബർ സന്ദർശിക്കൽ സുന്നത്താണ്. മഹുവ അത് ഏതൊക്കെയെന്നുള്ളതാണ്. അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, അതുപോലെ തന്നെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ. ഓക്കെ. അഞ്ചാമത്തത് അൽ ജുലൂസു വൽ ഖിയാമു അയ്യുഹുമ അഫ്ളലു ഹീനൽ ഖിറാഅത്തി, ഓതുന്ന സമയത്ത് ഇരുന്ന് ഓതുന്നതാണോ നിന്ന് ഓതുന്നതാണോ ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. ഓതുന്ന സമയത്ത് ഇരുന്ന് ഓതുന്നതാണോ നിന്ന് ഓതുന്നതാണോ ഏറ്റവും ഉത്തമം. അത് ഇവിടെ പറഞ്ഞു. അൽ അഫ്ളലു ഇൻദൽ ഖിറാഅത്തി അൽ ജുലൂസു, ഓതുന്ന സമയത്ത് ഇരുന്ന് ഓതുന്നതാണ് ഏറ്റവും ഉത്തമം.